ഇന്നത്തെ ഒരു സംഭവം പറയാം. അത് രാവിലെ ക്ലാസ് എടുക്കുകയാണ്, അപ്പുറം ഇപ്പുറം ക്ലാസ് ഉണ്ട്. അപ്പോൾ എൻ്റെ ക്ലാസ്സിലിരുന്നൊരു കുട്ടി നേരെ അപ്പുറത്തെ ക്ലാസ്സിലിരിക്കുന്ന ആളിനെ കാണാൻ പറ്റും. അവിടെ ആ ക്ലാസ്സിലിരുന്ന് ഓപ്പോസിറ്റ് നോക്കിയിരുന്ന ഒരു കുട്ടി എൻ്റെ ക്ലാസ്സിലെ മറ്റൊരു കുട്ടിയായിട്ട് കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ ടീച്ചർ എന്നെ വിളിച്ചിട്ട്, ടീച്ചറേ ഇത് ഇവിടുന്ന് ഇവർ തമ്മിലൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ട് കേട്ടോ ആണ്. അപ്പം ഞാനടുത്ത് ആരൊക്കെയാന്ന് ചോദിച്ചു. അപ്പം ഞാൻ എണ്ണീറ്റ്, കാരണം നമ്മളിവിടെ എത്ര സ്ട്രെയിൻ എടുത്താണ് സംസാരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് അതിൽ ഒരു പയ്യെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന് 8:15 പോകണം, ചിലപ്പോൾ 8:20 പോകണം, ചിലപ്പോൾ 8:30 പോകണം, ഇങ്ങനെ സമയം പറയും. അതുകൊണ്ട് അവൻ വന്നു കഴിഞ്ഞ് ഒരു അരമണിക്കൂർ തികയുന്നതിന് മുമ്പ് എത്ര മണിയായി 6:00 കയ്യിൽ വാച്ചിട്ടുണ്ടെങ്കിൽ അവരോടും വേറെ ക്ലാസ്സിലുള്ളവരോടാണെങ്കിൽ അവിടെ നിന്നുകൊണ്ട് അവൻ ചോദിക്കും. അപ്പം ഞാൻ പറഞ്ഞ എന്താ കാര്യം എന്ന് ചോദിച്ചു. അത് ഞാൻ പറഞ്ഞു, നീ അങ്ങോട്ട് നീ എങ്ങനെ തിരിഞ്ഞിരുന്ന് ഇവനോട് സംസാരിച്ച എന്ന്. അങ്ങനെ ഞാൻ ഒരെണ്ണം കൊടുത്തു, എൻ്റെ ക്ലാസ്സിലുള്ളതിന് കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ ക്ലാസ്സിലിരുന്ന് അത് 9 ടീച്ചറെ ഞാനൊന്നും ചെയ്തില്ല. അവൻ ഇങ്ങോട്ട് ഷൂ എന്ന് വിളിച്ച് എന്നോട് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, നീ എന്നോട് അങ്ങനെ പറയുമ്പോഴത്തേക്കും നീ എന്ത് ചെയ്യണം? എന്നോട് പറയണം, എൻ്റെ ടീച്ചറെ എന്നെ ശല്യം ചെയ്യുന്നു എന്ന് നീ എന്നോട് പറയണമായിരുന്നു. അപ്പോൾ അവൻ പറയണം, അത് ഞാൻ ടീച്ചറിനോട് പറയാൻ വന്നപ്പോഴാണ് ടീച്ചർ തുള്ളിക്കൊണ്ട് അങ്ങോട്ട് പോയെന്ന് എൻ്റെ അടുത്ത് പറയുക. ഞാൻ പറഞ്ഞേ, നമ്മൾ പഴയ ഒരു രീതിയൊക്കെ നമുക്കപ്പം ദേഷ്യം വരുന്നുണ്ടെന്ന് നമുക്ക് പറയാം. ഞാൻ പറഞ്ഞു, ഞാൻ തുള്ളാനെന്താ, ഞാനിവിടെ തുള്ളലും എല്ലാം നടത്തുന്നുണ്ട്. ഞാൻ തുള്ളാൻ വന്നിരിക്കുകയല്ലല്ലോ, ഞാൻ തുള്ളൽ കാണിക്കാൻ എന്ന് പറഞ്ഞു. അതുകൊണ്ട് വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ സൂക്ഷിച്ച് ഉപയോഗിക്കണം, അല്ലെങ്കിൽ അത് ബുദ്ധിമുട്ടാവും. ഇതേപോലെ തന്നെ ഞാൻ പറഞ്ഞത്. അപ്പം ഞാനങ്ങനെ എണ്ണീറ്റ് അപ്പുറത്തെ ക്ലാസ്സിലോട്ട് പോയപ്പോൾ നിനക്ക് ഞാൻ തുള്ളി പോകുന്ന പോലെയാണോ നിനക്ക് തോന്നിയത്? ഞാൻ ചോദിച്ചു. അല്ല ടീച്ചർ, ഞാനങ്ങ് പറഞ്ഞതേ ഉള്ളൂ ആ ഒരു ഇതിൽ. ഞാൻ പറഞ്ഞു, എന്തും ആയിക്കോട്ടെ, നിങ്ങളുടെ ഒരു രീതി വെച്ച് നിങ്ങൾ സംസാരിക്കുന്നു എന്ന് എന്നോട് പറയും. നാളെ പലരോടും നിങ്ങൾ ഇതേപോലെ പറയും എന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ പറഞ്ഞു, വായിൽ നിന്ന് വരുന്ന വാക്കുകൾ സൂക്ഷിച്ച് പറഞ്ഞില്ലെങ്കിൽ എത്ര വലിയ പഠിക്കുന്നവരാണേലും ചിലർ കണ്ടിട്ടില്ലേ, ആവശ്യത്തിന് ഉപകാരപ്പെടാതെ പോകും വിദ്യ അല്ലേ. അത് കഥകളിലൂടെയൊക്കെ പറയുമ്പോൾ നമ്മൾ ഓർക്കും പുരാണങ്ങളാണോ എന്തോ വെറും കഥകളാണെന്ന്. പുരാണങ്ങളെന്ന് പറഞ്ഞാൽ വെറും കഥകളല്ല. ഈ കഥകളിലെല്ലാം തന്നെ നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. എന്നിട്ട് ഞാൻ പറഞ്ഞു, ഗുരുത്വദോഷം എന്നുള്ളത് അത് ഒരിക്കലും ഒരു ഗുരുവും തൻ്റെ ശിഷ്യൻ മോശമായി പോകട്ടെ എന്നൊന്നും മനസ്സുകൊണ്ട് ആഗ്രഹിക്കില്ല, പറയത്തുമില്ല. പക്ഷേ ഗുരുവിന് തോന്നുന്ന എന്തെങ്കിലും ഒരു കാര്യത്തിലൊരു വേദന തോന്നിയാൽ, ഒരു വിഷമം തോന്നിയാൽ അത് നമുക്ക് ഏത് രീതിയിൽ ബാധിക്കാൻ നടത്തില്ല എന്ന് പറഞ്ഞു. ഇന്നലെ ഇതൊന്നും ഒരു സംഭവമായിട്ടല്ല പറയുന്നത്. ഒരു കുട്ടി, അപ്പം അവനാണെങ്കിൽ ഓട്ടമാണ്, കൊച്ചുകുട്ടിയാണ്. പിള്ളേരെ അങ്ങനെയാണല്ലോ, ഓട്ടമാണ്. പക്ഷേ സ്റ്റെയറുണ്ട്, ടൈലാണ്. അപ്പം ഞാൻ എപ്പോഴും പറയും, ഓടല്ലേ, ഓടിക്കഴിഞ്ഞാൽ തല്ലുന്നു. അപ്പം ഇവന് വെളിയിൽ ടോയ്ലറ്റിൽ പോകുന്ന സമയത്ത് ഇവൻ ഓടിയപ്പോഴത്തേക്കും ബാക്കിയുള്ള പിള്ളേരെല്ലാം പറഞ്ഞാൽ ഓടല്ലേ ടീച്ചർ വഴക്ക് പറയുമെന്ന് പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞതെന്ന് പറഞ്ഞു, ഞാൻ ടീച്ചറിനെ എടുത്ത് എറിയുമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവന്മാർ വന്നുകൊണ്ട് പറഞ്ഞു, ടീച്ചർ ഇവൻ ഓടിയപ്പോൾ ഇങ്ങനെ പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞ് ഞാൻ ടീച്ചറിനെ എടുത്ത് എറിയുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എടാ നീ ആൾ കൊള്ളാമല്ലോ, നീ എന്നെ എറിയുമോ, നിനക്ക് എന്നെ പൊക്കാൻ പറ്റുമോ എടുത്ത് എറിയാൻ? അത് ടീച്ചറെ ഞാനങ്ങ് വെറുതെ പറഞ്ഞേ എന്ന് പറഞ്ഞു. അപ്പം നമ്മൾ ഓരോ കുട്ടികളുടെയും ഭാഷയിലുണ്ടാകുന്നതും ആ വർത്തമാനത്തിലുണ്ടാകുന്നതൊക്കെ മാറ്റങ്ങൾ. ഇന്ന് അതേ സമയമായപ്പോൾ ഞാനിങ്ങനെ ടോയ്ലറ്റിൽ പോയി ഓടുവാണ്, എന്താ ചെയ്ത് വീണിട്ട് കാല് പൊട്ടി കരഞ്ഞു കൂവിയാണ് ക്ലാസ്സിലോട്ട് വന്നത്. പിന്നെ സാറ് കൊണ്ടുപോയി ബാൻഡേഡൊക്കെ ഒട്ടിച്ച് കൊണ്ടുവന്നു. അപ്പം ഞാനിങ്ങനെ പറയുന്നു, ഇന്നലെ എന്നെ നീ കളിയാക്കി അല്ലേ, ഇന്ന് ആയപ്പോഴത്തേക്കും
പിന്നെ ചിലർക്കൊക്കെ എനിക്കറിയാം നമുക്ക് നേരത്തെ തന്നെ ഓരോ ബുദ്ധിമുട്ടുണ്ട്. ആ കുട്ടികളുടെയൊക്കെ ജീവിതത്തിൽ ഓരോ പ്രശ്നങ്ങളുണ്ടായിട്ടുള്ള നമ്മൾ പിന്നീട് അറിയുമ്പോൾ ഉണ്ടല്ലോ നമുക്ക് ഭയങ്കരമായിട്ടും വിഷമം തോന്നും. എന്തൊരവസ്ഥയായിപ്പോയി. നമ്മൾ ഒരു തോന്നൽ നമുക്ക് തോന്നരുത്, അല്ലെങ്കിൽ ടീച്ചറിനെ അനുസരിച്ചല്ല, അല്ലെങ്കിൽ ടീച്ചർ പറയുന്നത് കേൾക്കുന്നത് ഒരു കുറവാണ്, ഞാനത് ചെറുതായി പോകും എന്നൊക്കെയുള്ള ചിലർക്ക് തോന്നലുണ്ടാകുമായിരിക്കും. അതിൽ നിന്നാവാം ഒരുപക്ഷെ ഇങ്ങനെയൊക്കെയുള്ള ചിന്താഗതികളൊക്കെ രൂപപ്പെട്ട് വരുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. എല്ലാവരും ഈ സിനിമകളിലും മറ്റു കാണുമ്പോൾ എല്ലാവരും ഹീറോയെ പോലെ ആവാൻ ശ്രമിക്കത്തുള്ളൂ. അപ്പോൾ ഹീറോ എന്ന് പറയുന്ന ഒരു സംഭവമാണ്. അപ്പോൾ അല്ലെങ്കിൽ കാർട്ടൂണിലാണെങ്കിലും അവരാണ് ഫസ്റ്റ് എന്നുള്ളത്, അപ്പം താനും അതുപോലെ ഫസ്റ്റാണ് എന്നുള്ള ചിന്തകളൊക്കെ കുട്ടികളുടെ മനസ്സിൽ കടന്നുകൂടിയിട്ടായിരിക്കാം ഒരുപക്ഷെ ഇങ്ങനത്തിലുള്ള രീതിയിലുള്ള പെരുമാറ്റങ്ങളൊക്കെ ഉണ്ടാകും. എന്തായാലും വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെയാണ് നടക്കുന്നത്, അല്ലേ?